മീഡിയാസിലേക്ക് സ്വാഗതം. ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലി നായകനായി എത്തുന്ന ഈ ഒരു ചിത്രം അനശ്വര രാജൻ നായികയായി എത്തുന്നു. ഒപ്പം വേണു കുന്നപ്പള്ളി ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സംവിധായകൻ നമുക്കറിയാം ജോഫിൻ ടി ചാക്കോയാണ്. സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട്സ് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത് RFT ഫിലിംസ് തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന വാർത്തകളാണ്. അതിനകത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. UK ആൻഡ് യൂറോപ്പ് പ്രിവ്യൂ ഷോ വിറ്റ്നസ് ദ മാജിക് അൺഫോൾഡ് എന്ന് തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അതായത് ഈ സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു ഔട്ട്സൈഡ് പബ്ലിസിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല വിതരണവുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വേണുകുന്തപ്പള്ളി ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്മാതിരി ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്നെയായിരിക്കും വിദേശ രാജ്യങ്ങളിൽ. നമുക്കറിയാം ഇവിടെ മാമാങ്കം എന്ന സിനിമ ഏകദേശം 50-ന് മുകളിലുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം റിലീസ് ചെയ്തിരുന്നു. അത് നമുക്ക് ഒരു കാര്യം അതിനകത്തിൽ തന്നെ വ്യക്തം, അത്രത്തോളം മാർക്കറ്റിംഗ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുക. ഇപ്പോൾ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ചിത്രമാണ്. ഇതുവരെ നമ്മൾ കണ്ട മലയാള സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇതിനകത്തിൽ തന്നെ പറയുന്നു, ഗെറ്റ് റെഡി ടു വിറ്റ്നസ് ആൻ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, എ ന്യൂ ട്രീറ്റ്മെൻറ്റ് ഇൻ മലയാള സിനിമ, എക്സൈറ്റഡ് ടു വാച്ച്, ഹേർഡ് എവറിത്തിങ് പോസിറ്റീവ് അബൌട്ട് ദിസ് മൂവി എന്നാണ് നമുക്ക് പ്രിവ്യൂ റിപ്പോർട്ടുകളിൽ കാണുന്നത്. സിനിമ വ്യത്യസ്തത പുലർത്തുന്നതാണ്. മമ്മൂക്ക ഇതിനകത്തുണ്ടോ എന്നുള്ളതുകൊണ്ട് ഒരു സസ്പെൻസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നു. മലയാളത്തിലെ ആദ്യ AI ക്രിയേഷനോട് കൂടിയ ചിത്രമാണ് എന്ന് പറയുന്നു. ഇതിനകത്തിലെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ ആ ഒരു അനുമതി ആവശ്യമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അത് എന്താണ് എന്നുള്ളത് നമുക്ക് സിനിമയിൽ കാണാം. എന്താണെങ്കിലും പല നമുക്ക് ഈ പറഞ്ഞ ജോണറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന മോളിവുഡിലെ ആദ്യത്തെ AI ക്രിയേഷൻ കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ചിത്രമാണ് നാളെ പുറത്തിറങ്ങുന്നത്. ഇന്ന് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ ആദ്യ പ്രിവ്യൂ ഷോയിൽ നിന്ന് തന്നെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. നാളെ രാവിലെ 9 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമയുടെ അഭിപ്രായങ്ങൾ വരും. ഇതോടുകൂടി തന്നെ നമുക്കറിയാൻ കഴിയുന്നു ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ പല സ്ഥലങ്ങളിലും നല്ല ലെവലിൽ തന്നെ നടക്കുന്നു. ഒരുപക്ഷേ മമ്മൂക്കയുടെ പ്രസൻസ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഈ പറഞ്ഞ പോലെ ആസിഫ് അലിയുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ചിത്രത്തിൻ്റെ പ്രകടനം അത് തന്നെയാണ് കൂടുതലും ആളുകൾ ഹൈലൈറ്റായി ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും കിഷ്കിന്ദ കാണ്ഡം നൽകിയ ആ ഒരു ഉന്മേഷം ഇവിടെ തുടരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. രേഖാചിത്രം ഇറങ്ങുമ്പോൾ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് രേഖാചിത്രം കാണാൻ കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രൈബും ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.